ഞങ്ങൾക്ക് ആരുന്നാലും വേണ്ടില്ല പഞ്ചായത്തിൻ്റെ ഒരു ഇതിന് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നാളെ തന്നെ ഇവിടെ എന്തെങ്കിലും അപകട സൂചകമായ എന്തെങ്കിലും ഒന്ന് വെക്കാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ളത് ഇപ്പോൾ പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ആൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂല എന്നാണ് നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഒരു ഫ്ലെക്സ് എങ്കിലും ഫ്ലെക്സ് ഞങ്ങളിപ്പോൾ ഈ നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ചോദിക്കുന്നത് ഒരു ഫ്ലെക്സ് എങ്കിലും പഞ്ചായത്തിൻ്റെ കീഴിൽ വെക്കാൻ പറ്റുമോ അതോ ഞങ്ങൾ നാട്ടുകാർ വെക്കണോ വെക്കണ്ടേ എന്നുള്ളതാണ്. ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് മറ്റുള്ള ഒരു പാർട്ടിയോ മറ്റുള്ള സംഗതി ഒന്നും നോക്കാതെ ഇപ്പോൾ ഇവിടെ പഞ്ചായത്തിൻ്റെ ഒരു അധികൃതരെ എന്നുള്ള നിലയ്ക്ക് ചോദിക്കാനുള്ള ഒരു സംഗതി ഇതാണ്. അത് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ ചോദിക്കുന്നത്. 18ാമത്തെ അപകടമാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. ഈ സ്പോട്ടിൽ തന്നെയാണ് അതിൽ മുക്കാൽ ഭാഗം ഇവിടെ തന്നെയാണ് അത് നടന്നത്. അപ്പോൾ ഇത് പഞ്ചായത്തിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതേമാതിരി തന്നെ പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ മുന്നിൽ വന്നപ്പെട്ടിട്ടുള്ളത് നൗമാനാണ്, ഞങ്ങളെ മെമ്പറും കൂടിയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ അതല്ല, ഇവിടെ നമ്മൾ ചോദിക്കുന്നത് ഒരു പഞ്ചായത്തിൻ്റെ അധികൃതർ എന്നുള്ള നിലക്ക് ബാക്കിയുള്ളവർക്കൊന്നും ഈ റോഡ് അതോറിറ്റിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പഞ്ചായത്ത് ചെയ്യണം എന്നാണ് ഇവിടുന്ന് പോലീസും പറഞ്ഞത്. ഞങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാനുള്ളത് നൗമാനോട് ഇതാണ്, പഞ്ചായത്തിനെ വെച്ചെങ്ങാണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അധികാരത്തിൽ എന്തെങ്കിലും ഇവിടെ ഒരു അപകടത്തിന് നാളെ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നാണ് നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ വെക്കണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, പഞ്ചായത്തോ അല്ലെങ്കിൽ ആരിച്ച് പറഞ്ഞ വിഷയം നമുക്ക് ഇന്ന് തന്നെ ഇപ്പം തന്നെ നമ്മൾ പഞ്ചായത്തിൻ്റെ വർക്ക് ചെയ്യുന്നത് തൂരുള്ള പ്രസ്സാണ്. അവർക്ക് വിളിച്ച് പറയാം അപകട മേഖല എത്ര ബോർഡ് വേണമെന്നുണ്ടെങ്കിലും അവിടെ മുതൽ നമുക്ക് ഈ ലാസ്റ്റ് വരെ നമുക്ക് നാളെ തന്നെ ഇന്ന് തന്നെ അടിച്ചു കിട്ടും. കേരള വരെ എത്ര ഫ്ലെക്സ് വേണമെന്നുണ്ടെങ്കിൽ അതെങ്കിലും ഒരു മിനിമം തീർച്ചയായിട്ടും അത് നാളെ തന്നെ നാളെ വൈകുന്നേരത്തോടെ ഈ സാധനം ഇവിടെ വെക്കാൻ പറ്റും. അടിയന്തരമായി ചെയ്യാം. ബാക്കിയുള്ള നാളെ മീറ്റിംഗിന് ശേഷം അറിയിക്കും. കാരണം ചില പത്രസമ്മേളനത്തിലൂടെ ഇതിൻ്റെ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യും.